നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പമ്പ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മെക്കാനിക്കൽ പോർഷനിലെ മൊഡ്യൂൾ 1 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പമ്പ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞു, 3ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോ ലാസ്റ്റ് നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ 2ാമത്തെ സെഷനിൽ നമ്മൾ ഇത്തരത്തിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പമ്പിന്റെ ക്ലാസിഫിക്കേഷനിൽ 2ാമതായിട്ടുള്ള ഇത്തരത്തിൽ പമ്പിനെ പ്രധാനമായിട്ടും റോട്ടോ ഡൈനാമിക് പമ്പ് എന്നും അതേപോലെ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും എന്നുള്ള രീതിയിൽ 2 രീതിയിലാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് റോട്ടോ ഡൈനാമിക് പമ്പുമായി ബന്ധപ്പെട്ട് റോട്ടോ ഡൈനാമിക് പമ്പുമായി ബന്ധപ്പെട്ട് സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ റോട്ടോ ഡൈനാമിക് പമ്പിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതൊരു റോട്ടോ ഡൈനാമിക് പമ്പിനകത്ത് പലതരത്തിലുള്ള പമ്പുകൾ വരുന്നുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്, അല്ലെങ്കിൽ ജെറ്റ് പമ്പ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ടർബൈൻ പമ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള പമ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്, നമ്മളുടെ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് സെൻട്രിഫ്യൂഗൽ പമ്പാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പ്രധാനമായിട്ടും സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രിൻസിപ്പല്, അതിന്റെ കൺസ്ട്രക്ഷൻ, ഓപ്പറേഷണൽ ഡീറ്റെയിൽസുകൾ, ഒരു പമ്പുമായി ബന്ധപ്പെട്ട ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയാണ്, കമ്പോണന്റ് ഏതൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്, അതിന്റെ ടൈപ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ ആ ഒരു പമ്പുമായി ബന്ധപ്പെട്ട് സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇത്തരത്തിൽ പമ്പുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്, അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പൊ മൾട്ടി സ്റ്റേജ് പമ്പിങ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പമ്പിനെ പ്രധാനമായിട്ടും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്നും റോട്ടോ ഡൈനാമിക് പമ്പ് എന്നുമാണ് പ്രധാനമായിട്ടും 2 കാറ്റഗറീസിലുള്ളത്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്, അല്ലെങ്കിൽ അതിൽ തന്നെ പിസ്റ്റൺ പമ്പ്, പ്ലഞ്ചർ പമ്പ്, അങ്ങനെ ടൈപ്പ് പമ്പുകളൊക്കെ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ റോട്ടറി, അതിൽ തന്നെ റോട്ടറി ടൈപ്പ് ഉണ്ട്, അതായത് ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, വെയിൻ പമ്പ്, ലോപ്പ് പമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് റോട്ടറി ടൈപ്പ് അവൈലബിൾ ആണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ റോട്ടോ ഡൈനാമിക് പമ്പിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് റേഡിയൽ ഫ്ലോ, ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു പമ്പിലേക്ക് വെള്ളം എങ്ങനെ എത്തുന്നു, എങ്ങനെ കടന്നു പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ റേഡിയൽ ഫ്ലോ, ആക്സിയൽ ഫ്ലോ, മിക്സഡ് ഫ്ലോ എന്ന തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഏതൊക്കെയാണ്? അപ്പൊ റോട്ടോ ഡൈനാമിക് പമ്പ്, അതിൽ 3 കാറ്റഗറിയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് റേഡിയൽ ഫ്ലോ, ആക്സിയൽ ഫ്ലോ ആൻഡ് മിക്സഡ് ഫ്ലോ. പമ്പുകളുടെ പേരിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും സെൻട്രിഫ്യൂഗൽ പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ റേഡിയൽ ഫ്ലോ. ഇത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് വരുന്നുണ്ടാവുക റേഡിയൽ ഫ്ലോയിലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ജെറ്റ് പമ്പ് വരുന്നുണ്ടാവുക ആക്സിയൽ ഫ്ലോയിലായിരിക്കും. പ്രൊപ്പല്ലർ പമ്പ് വരുന്നുണ്ടാവുക ഇത്തരത്തിൽ ആക്സിയൽ ഫ്ലോയിലായിരിക്കും. ടർബൈൻ പമ്പ് വരുന്നുണ്ടാവുക മിക്സഡ് ഫ്ലോയിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, എനിവേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ടാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് ഒരു റേഡിയൽ ഫ്ലോ, എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ജസ്റ്റ് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, റേഡിയൽ ഫ്ലോ പമ്പാണ്. റേഡിയൽ ഫ്ലോയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്സിയൽ ഫ്ലോയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് പ്രൊപ്പല്ലർ പമ്പ് എന്ന് പറയുന്നത്. യെസ്, പ്രൊപ്പല്ലർ പമ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ എന്താണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്? നമ്മൾ വീടുകളിലൊക്കെ, ഒരുപക്ഷെ നമ്മളുടെ വീടുകളിലൊക്കെ കിണറ്റില് ഇത്തരത്തിലുള്ള പമ്പുകൾ എല്ലാവരും തന്നെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ പമ്പാണ് ബേസിക്കലി എന്ത്, സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഈ ചിത്രം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിത്രമാണ്, എല്ലാവരും കണ്ടിട്ട്, ഒരുപക്ഷെ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് ഈ ടൈപ്പ് പമ്പുകളായിരിക്കും. ഒരുപക്ഷെ കൂടുതൽ പേർക്ക് അറിയാവുന്ന ഒരുപക്ഷെ ഈ ഒരു ടൈപ്പ് പമ്പുകളായിരിക്കും. അപ്പൊ ഇതൊരു ഹൊറിസോണ്ടൽ ടൈപ്പ്, ലൈക്ക് അതിന്റെ ആക്സിസ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ടൈപ്പ് എന്താണ് സെൻട്രിഫ്യൂഗൽ പമ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു ഓപ്പറേറ്റർ ആയിട്ടൊക്കെ കയറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ പമ്പുകളൊന്നും ആയിരിക്കില്ല കാണുന്നത്. അവിടെ VT പമ്പ് ആയിരിക്കും, വെർട്ടിക്കൽ ടർബൈൻ പമ്പുകളാണ്. വലിയ വലിയ
സ്റ്റേജുകൾ, ഇപ്പം 20-25 സ്റ്റേജുകളോട് കൂടിയിട്ടുള്ള വലിയ പമ്പുകളാണ്. 250 HP 300 HP ഒക്കെ കോമൺ, ഒരു ജനറൽ ആയിട്ട് പറയുമ്പോൾ അത്രയും HP, ഒരു 160 HP അല്ലെങ്കിൽ 150 HP അല്ലെങ്കിൽ 200, 250, 300 HP ഒക്കെ വലിയ പമ്പുകളായിരിക്കും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് വളരെ വലിയ പമ്പുകളാണ്. അതൊക്കെ ഒരുപക്ഷെ VT പമ്പുകളാണ്, വെർട്ടിക്കൽ ടർബൈൻ, വെർട്ടിക്കലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വലിയ വലിയ പമ്പുകളാണ് ഉണ്ടാവുക. അപ്പൊ ആ പമ്പുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ചെറിയൊരു പമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊരു സെൻട്രിഫ്യൂഗൽ പമ്പാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്. അപ്പൊ അവിടെ കുറെ അധികം പാർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ കേസിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു കേസിംഗ് കാണാൻ സാധിക്കും, കേസിംഗുമായി ബന്ധപ്പെട്ടുള്ള കേസിംഗ്. ഓക്കെ. അപ്പോ ഇവിടെ ഒരു നോസിൽ, സക്ഷൻ നോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഐ ഓഫ് ദ ഇംപെല്ലർ, ഉള്ളിൽ എന്തുണ്ട്, ഒരു കറങ്ങുന്ന റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ടാവും, ഇംപെല്ലർ എന്ന് പറയുന്നുണ്ടോ, ഇംപെല്ലർ. ഓക്കെ. അപ്പൊ താഴെ ഒരു അനിമേഷൻ കാണാൻ സാധിക്കും. അതായത് ഇത്തരത്തിൽ ഐ ഓഫ് ദ ഇംപെല്ലറിലേക്ക് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെ ഈ പറഞ്ഞ സക്ഷൻ പൈപ്പ് വന്നിട്ട് നമ്മളുടെ ആ ഒരു സെന്ററിലേക്ക് അല്ലെ ഐ ഓഫ് ദ ഇംപെല്ലറിലേക്കായിരിക്കും കയറുന്നുണ്ടാവുക. അവിടെ നിന്നും അത് റേഡിയൽ ആയിട്ട് വാട്ടർ എന്താണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലെ റേഡിയൽ ആയിട്ടുള്ള രീതിയിൽ വാട്ടറിനെ ഫ്ലോ അറേഞ്ച് ചെയ്തുകൊണ്ട് അതിനെ കറക്കി അല്ലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, മുകളിലേക്ക് ഡെലിവറി വാൽവ് വഴി അല്ലെങ്കിൽ ഡെലിവറി പൈപ്പ് വഴി ഡിസ്ചാർജ് മുകളിലേക്കുണ്ട് അല്ലെ, ഡിസ്ചാർജ് മുകളിലേക്ക് എന്താണ് എത്തിക്കുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഹെഡ് അല്ലെ, പ്രഷർ കൊടുത്തുകൊണ്ട് മുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഇതാണ് ബേസിക്കലി അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുമ്പോൾ ആണെങ്കിൽ പമ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെയുമായി അനുബന്ധമായിട്ട് കാണുന്ന ഒരു ഇലക്ട്രിക്കൽ പാർട്ടാണ് നമ്മളുടെ ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത് അല്ലെ, ഇലക്ട്രിക് മോട്ടർ. അപ്പൊ നമ്മളുടെ ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ് ഉണ്ടാകും. ഷാഫ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മളുടെ പ്രൈം മൂവർ അല്ലെങ്കിൽ മോട്ടറുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് പുറത്തേക്ക് എടുക്കും. സോ ദാറ്റ് ഈസ് എ പ്രൈം മൂവർ അല്ലെ, അതാണ് നമ്മുടെ പ്രൈം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഷാഫ്റ്റുമായിട്ട് നമ്മൾ കപ്പിൾ ചെയ്യണം അല്ലെ, നമ്മളുടെ ആ ഒരു ഇമ്പല്ലർ ഘടിപ്പിച്ചിരിക്കുന്ന ഷാഫ്റ്റ് ഉണ്ടാകും. സോ ആ ഒരു ഷാഫ്റ്റുമായിട്ട് നമ്മൾക്ക് കപ്പിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, കപ്ലിംഗ് ചെയ്യും. അപ്പൊ കപ്ലിങ്സ് യൂസ് ചെയ്യും അല്ലെ, ഇത്തരത്തിലുള്ള കപ്ലിങ്സുകൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാ രണ്ട് ഷാഫ്റ്റിന്റെ എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്ലിങ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവിടെ നമ്മളുടെ ഇലക്ട്രിക് മോട്ടറിന്റെ മെയിൻ ഷാഫ്റ്റും അതേപോലെ തന്നെ നമ്മളുടെ സെൻട്രിഫ്യൂഗൽ അല്ലെങ്കിൽ നമ്മളുടെ പമ്പിന്റെ ഷാഫ്റ്റും ഉണ്ടാകും. സോ ആ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കപ്പിൾ ചെയ്യുന്നുണ്ടാകും. നമ്മളുടെ പമ്പിന്റെ ഷാഫ്റ്റിലായിരിക്കും നമ്മളുടെ ഇമ്പല്ലറുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവുക, ഇമ്പല്ലർ അല്ലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പമ്പിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് മോട്ടർ സ്വിച്ച് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ പമ്പിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഇമ്പല്ലർ ആണ്, റൊട്ടേറ്റിംഗ് പാർട്ട്. അത് ചോദിച്ചിട്ടുള്ളതാണ്. റൊട്ടേറ്റിംഗ് പാർട്ടായിട്ടുള്ള ഏത് എലമെന്റ് ആണ് അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് ആണ് പമ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇമ്പല്ലർ ആണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇവിടെ ഈ ചിത്രത്തില് ആ ഇമ്പല്ലർ കാണിക്കുന്നുണ്ട് അല്ലെ, ആ ഒരു അനിമേഷൻ അതിൽ നിന്ന് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കർവ്ഡ് വെയിൻ കാണുന്ന അത്തരത്തിലുള്ള ഇമ്പല്ലറുകൾ. യെസ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറയുന്ന പമ്പുകളിലെല്ലാം തന്നെ എന്താണ്, നമ്മളുടെ മെക്കാനിക്കൽ എനർജീനെ എന്തായിട്ട് മാറ്റുന്നു, ഹൈഡ്രോളിക് അല്ലെങ്കിൽ പ്രഷർ എനർജി ആയിട്ട് മാറ്റുന്നു. സംശയമില്ലല്ലോ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് നടക്കുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഇഫ് ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി ബൈ മീൻസ് ഓഫ് എങ്ങനെയാ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ്. ആ ഒരു ഫ്ലൂയിഡിലേക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ചിത്രത്തിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെന്റർ ഉണ്ടാവും അല്ലെ. നമ്മൾ സാധാരണ കയ്യിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കല്ല് ഒരു കയറിൽ കെട്ടിയിട്ടിട്ട് നമ്മൾ ആ കയർ ഇങ്ങനെ കറക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ കല്ല് ഇങ്ങനെ നമ്മളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും അല്ലെ. ഒരു വൃത്തത്തിൽ, ഒരു വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് അല്ലെ, ഒരു സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും.
അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ഫോഴ്സുകൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാകും. ഒന്ന് ആ ഒരു മാസ് അല്ലെങ്കിൽ ആ ഒരു കല്ല് അല്ലെ, സാധാരണ കല്ല് കെട്ടിയിട്ടാണെങ്കിൽ കറക്കുന്നതിരിക്കട്ടെ. അപ്പൊ ആ ഒരു മാസ് ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകളാണ്. ഒന്ന് അത് പുറത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാകും, ആ പുറത്തേക്ക് പോകാൻ അല്ലെ, നമ്മളത് കൈ വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ടാൻജൻഷ്യലായിട്ട് പുറത്തേക്ക് ആ ഒരു കല്ല് തെറിച്ചു പോകുന്നുണ്ടാകും. യെസ്, ആ ഒരു ചരട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അല്ലെ. ഓക്കെ, അങ്ങനെ അത്തരത്തിൽ പുറത്തേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ടാകും, അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ കല്ല് ഉള്ളിലേക്ക് അല്ലെ, നമ്മളുടെ ആ ഒരു ചരടിലേക്ക്, നമ്മളുടെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്, അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വെള്ളത്തെ നമ്മളിങ്ങനെ കറക്കുകയാണ്. ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ആ ബക്കറ്റിനുള്ളിലേക്ക് കൈ ഇട്ട് നമ്മൾ കൈ ഇങ്ങനെ തൊട്ട് കറക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന രീതിയിൽ നമുക്ക് വെള്ളം മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. സാധാരണ ഒരു ബക്കറ്റ് വെള്ളം, ഒരു അര ബക്കറ്റ് വെള്ളം എടുത്ത് അതിനകത്തേക്ക് നമ്മൾ കൈയിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കറക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മൂവ്മെന്റ്, മോഷൻ എല്ലാവരും കണ്ടിട്ടില്ലേ? യെസ്, അതെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഫ്ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയാൻ പറ്റും. വോർട്ടെക്സ് ഫ്ലോ. കൈ കൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പുറത്തുനിന്ന് ഒരാൾ വന്ന് അവിടെ ഇങ്ങനെ കറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ, ഫോഴ്സ്ഡ് അല്ലെ, ഫോഴ്സ് കൊടുത്തുകൊണ്ടുള്ള വോർട്ടെക്സ് ഫ്ലോ ആണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മള് വാഷ് ബേസിൻ, നമ്മളുടെ സിങ്ക്, നമ്മുടെ അടുക്കളയിലുള്ള സിങ്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഷ് ബേസിനില് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ബ്ലോക്ക് ആയതിനു ശേഷം, ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് ആയതിരിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും വാഷ് ബേസിന്റെ വെള്ളം നന്നായിട്ട് നിറഞ്ഞു കിടക്കുകയായിരിക്കും അല്ലെ. പെട്ടെന്ന് നമ്മൾ ആ ഒരു ബ്ലോക്ക് മാറ്റി നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക? തന്നെത്താനെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫ്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വോർട്ടെക്സ് ഫ്ലോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? വോർട്ടെക്സ് ഫ്ലോ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് അതിനുള്ളിൽ നിന്ന് കറക്കി നോക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വെള്ളം ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. സെന്ററിൽ ഒരു ചെറിയ കുഴി പോലെ വരുന്നുണ്ടാവും. മുകളിലേക്ക് അല്ലെങ്കിൽ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പ്രൊഫൈൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും ആ ഒരു പ്രൊഫൈൽ വരുന്നുണ്ടാവുക. യെസ്, എനിവേ ഓക്കെ. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ സഹായത്തോടെ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത്തരത്തിലുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആ ഒരു വെള്ളത്തിലേക്ക് കൊടുക്കുന്നുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അവിടെ നടക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവിടെ ഒരു ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ. ഇത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ. അതാണ് ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്ന കുപ്പിയിൽ ഇങ്ങനെ കാണുന്ന ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് സെൻട്രിഫ്യൂഗൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ വെള്ളത്തെ അകത്തേക്കാണോ പുറത്തേക്കാണോ എത്തിക്കാൻ ശ്രമിക്കുക? ആ ഒരു വെള്ളം പുറത്തേക്ക് പോകാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക അല്ലെ. സോ ഇറ്റ് ഈസ് ആക്ടിങ് ഔട്ട്വേർഡ് അല്ലെ, ഇത്തരത്തിൽ പുറത്തേക്കാണ്. എന്നാൽ അകത്തേക്കാണെന്നുണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാ പറയുക. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു മോട്ടറിന്റെ സഹായത്തോടു കൂടി, പമ്പിന്റെ സഹായത്തോടു കൂടി ആ വെള്ളത്തെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇംപെല്ലറിന്റെ സഹായത്തോടു കൂടി അതിനിങ്ങനെ നന്നായിട്ട് എനർജി കൊടുക്കുന്നുണ്ട്. എനർജി കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവിടെ എന്താണ് ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വോർട്ടെക്സ് ഫ്ലോ. അത് ഏത് ഫോഴ്സ് കാരണമാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ്. സോ ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിലേക്ക് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് അവിടെയുള്ള നമ്മളെ ഫ്ലൂയിഡിനെ എനർജി കൊടുത്തുകൊണ്ട് നമ്മൾ വേണ്ടുന്ന ഹെഡിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഹൈഡ്രോളിക് മെഷീനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ, സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സെൻട്രിഫ്യൂഗൽ പമ്പ്? അപ്പൊ പമ്പ് തന്നെയാണ്. പമ്പിന്റെ ബേസിക് കോൺസെപ്റ്റ് അറിയാം, മെക്കാനിക്കൽ എനർജി ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ എനർജി അല്ലെ. ഇവിടെ എന്താണ്? ബൈ മീൻസ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ പമ്പ്. യെസ്, ഈ ഒരു പമ്പിന്റെ വർക്ക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇനി അത് ഏത് ഫ്ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ. മറന്നു പോകരുത്, ഫോഴ്സ്ഡ്
വോർട്ടെക്സ് ഫ്ലോ എന്നാണ് പറയുക. അത് ഫോഴ്സ്ഡ് ഉണ്ട്, നാച്ചുറൽ വോർട്ടെക്സ് ഫ്ലോ ഉണ്ട്. ഫോഴ്സ്ഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്തുകൊണ്ടാണെങ്കിൽ അത് ഫോഴ്സ്ഡ് വോർട്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് താഴെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോ അവിടെ കാണാൻ സാധിക്കും. അതാണ് നമ്മൾ നേരത്തെ വാഷ് ബേസിന്റെ ഒരു കഥ പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ അവിടെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ആരും കറക്കുന്നില്ല, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വോർട്ടെക്സ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫോഴ്സ്ഡ് നാച്ചുറൽ തമ്മിലുള്ള വ്യത്യാസം. ഇത് ഇവിടെ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് affect an object or material to move in a circular pattern by causing it to pull away from the central axis. അപ്പൊ സെൻട്രൽ ആക്സിസിൽ നിന്നും പുറത്തേക്ക് ഇത്തരത്തിൽ ആ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ അതൊരു സർക്കുലർ പാറ്റേണിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പുറത്തേക്ക് നമ്മൾ ഔട്ട്വേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ ഒരു ഒബ്ജക്റ്റ് അകത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാകും, അതിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് കൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് കൺഫ്യൂസ്ഡ് ആവല് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഓപ്ഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സും കാണും. അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് തെറ്റാൻ സാധ്യതയില്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ. അത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രിൻസിപ്പൽ ഏത് ഫ്ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലായി. ഇവിടെ വീണ്ടും നമുക്ക് മറ്റൊരു ചിത്രം, ആ ഒരു നമ്മളുടെ പമ്പിന്റെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ പ്രൈം മൂവർ അല്ലെങ്കിൽ മോട്ടറുമായിട്ടൊക്കെ കപ്പിൾ ചെയ്തിട്ടുണ്ടാകും. സോ ഷാഫ്റ്റ് ആണ്. സോ ദിസ് ഈസ് എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. അപ്പൊ ഷാഫ്റ്റിന്റെ ഒരു എൻഡിലാണ് നമ്മളുടെ മൂവിങ് ഇംപെല്ലർ അല്ലെ, മൂവിങ് ഇംപെല്ലർ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അവിടെ ഇംപെല്ലർ ഉണ്ടാവും. യെസ്, ഇംപെല്ലർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്ന എന്താ, ജെ ആണ് അല്ലെ, ജെ. സോ ജെ മീൻസ് ഇംപെല്ലർ അല്ലെ, ഇംപെല്ലർ. ആ ഇംപെല്ലർ ഉണ്ടാവും. അപ്പൊ ഇംപെല്ലർ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ടാകും, കേസിംഗ് കാണാൻ സാധിക്കും അല്ലെ, കേസിംഗ് അല്ലെ, കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കേസിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ എഫ് എന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഔട്ടർ കേസിംഗ് ആണ്, കേസിംഗ്. ഇംപെല്ലറിനകത്ത് കുറേയധികം ബ്ലേഡുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ വെയിൻ എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളുടെ ഐ ഓഫ് ദ ഇംപെല്ലർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇങ്ങോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സമ്പിൽ നിന്നും അല്ലെ, നമ്മളുടെ കിണറ്റിൽ നിന്നും വെള്ളത്തെ നമ്മൾ ഇത്തരത്തിൽ സക്ക് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടാവും. സോ ഐ ഓഫ് ദ ഇംപെല്ലർ. ഇവിടെ വരുന്ന വെള്ളം റേഡിയൽ ആയിട്ട്, ദാറ്റ് ഈസ് റേഡിയൽ ഫ്ലോ ആണെന്നുള്ളത് മനസ്സിലാക്കണം. സോ റേഡിയൽ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ, ദ ഷാഫ്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഷാഫ്റ്റിന് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് റേഡിയൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവിടെ ആ ഒരു ഫ്ലോ നടക്കുന്നുണ്ടാവുക. സോ റേഡിയൽ ഫ്ലോ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ റേഡിയൽ ഫ്ലോ കൊടുത്തുകൊണ്ട് അവിടെയുള്ള വെള്ളത്തിന് നമ്മൾ എന്ത് ഫോഴ്സ് കൊടുക്കുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നു. കാര്യം അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ വെള്ളത്തിൽ എന്ത് കൊടുക്കുന്നു, എന്ത് എനർജി കൊടുക്കുന്നു, എന്ത് ഫോഴ്സ് കൊടുക്കുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആ കേസിംഗിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിൽ വെള്ളത്തെ എനർജി കൊടുത്തുകൊണ്ട് കൈനറ്റിക് എനർജിനെ അല്ലെങ്കിൽ നമ്മൾ പ്രഷർ എനർജി ആയിട്ട് മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ഡിസ്ചാർജ് അല്ലെ, ഡിസ്ചാർജ് സെക്ഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് വാൽവ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പൈപ്പ് വഴി മുകളിലേക്ക് നമ്മൾ എത്തിക്കുക ചെയ്യുക. സോ ഇതാണ് അതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കിയിരുന്നാൽ മതി നമ്മളിവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞോളൂ സാർ. ഇത്തരം പമ്പുകൾ ഗ്ലാൻഡ് വരത്തില്ലേ സാറേ? ഗ്ലാൻഡ് വരും, സ്റ്റഫിംഗ് ബോക്സ്, ഗ്ലാൻഡുകളൊക്കെ വരും. അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ മെയിൻ ഷാഫ്റ്റും, അതായത് നമ്മളുടെ മോട്ടറിൽ നിന്നുള്ള ഷാഫ്റ്റും നമ്മളുടെ പമ്പിനുള്ളിലുള്ള ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഗ്ലാൻഡ് പാക്കിങ്സ്, സ്റ്റഫിംഗ് ബോക്സ് അങ്ങനെയുള്ള സംഗതി കൊടുക്കാറുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, യെസ്. അപ്പൊ അത് ഇവിടെ നിന്ന് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഷാഫ്റ്റ്, സ്ലീവ്, സ്റ്റഫിംഗ് ബോക്സ്, യെസ്, സ്റ്റഫിംഗ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഈ സ്റ്റഫിംഗ് ബോക്സിന്റെയും അല്ലെങ്കിൽ നമ്മൾ ഗ്ലാൻഡ് പാക്കിങ്ങിന്റെ ഒക്കെ പ്രത്യേകത എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള ലീക്കേജ്, അതായത് നമുക്കറിയാലോ, അതായത് നമ്മുടെ ഷാഫ്റ്റും ഇടത് സൈഡിൽ എന്താണ് ഷാഫ്റ്റ്, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റും വലത് സൈഡിൽ നമ്മുടെ മൊത്തം വെള്ളമായിരിക്കും. അപ്പൊ ഈ വെള്ളം എന്താണ് ഈ പറഞ്ഞ ഷാഫ്റ്റിന്റെ കണക്ഷൻ വഴി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിനായി നമ്മൾ ഇവിടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള, വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഗ്ലാൻഡ് പാക്കിങ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്റ്റഫിംഗ് ബോക്സ് എന്നൊക്കെ പറയുന്ന കമ്പോണന്റുകൾ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ.
അപ്പൊ അത്തരത്തിലാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ വീണ്ടും ആ ഒരു ചിത്രം മറ്റൊരു രീതിയിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഐ ഓഫ് ദ ഇംപെല്ലർ. അപ്പൊ ഇത് ഓരോ സ്ലൈഡുകൾ മാറുന്തോറും പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഇവിടെ ഐ ഓഫ് ദ ഇംപെല്ലർ അല്ലെ, ഇംപെല്ലറിന്റെ ഐ. അപ്പൊ നമ്മളുടെ വാട്ടർ വന്ന് എൻറ്റർ ചെയ്യുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇത്തരത്തിൽ സക്ക് ചെയ്യുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മളുടെ സക്ഷൻ പൈപ്പിൽ നിന്നും നമ്മൾ എടുക്കുന്ന വാട്ടർ എങ്ങോട്ടാണ് വന്ന് പമ്പിൽ കയറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇംപെല്ലർ ഐ ഓഫ് ഇംപെല്ലർ, ഐ ഓഫ് ഇംപെല്ലർ. ഓക്കെ, അപ്പൊ നമ്മുടെ വെള്ളം വന്നിട്ട് ഐ ഓഫ് ഇംപെല്ലർ, ഇംപെല്ലറിന്റെ സെന്ററിലേക്ക് കയറുന്നു. കയറുന്നതിന്റെ ഭാഗമായിട്ട് പിന്നീട് കയറി കഴിഞ്ഞാൽ അവിടെ വെയിൻസും ഇംപെല്ലറും ഒക്കെ ഉണ്ടാകും. സോ അതുവഴി പുറത്തേക്ക് അല്ലെ, നമ്മൾ റേഡിയൽ ആയിട്ട് പുറത്തേക്ക് വരുന്നു. കേസിംഗ് ഉണ്ടാകും. സോ അവിടെ ഈ കൈനറ്റിക് എനർജിനെ പ്രഷർ എനർജി ആയിട്ട് മാറ്റുന്നു. പിന്നീട് എന്താ മുകളിലേക്ക് നമ്മൾ എടുക്കുന്നു. യെസ്. അപ്പൊ ഇവിടെ ഡിസ്ചാർജ് നോസിൽ, അതായത് പുറത്തേക്ക് എടുക്കുന്ന ഡിസ്ചാർജിന്റെ ആ ഒരു നോസിൽ കാണാൻ സാധിക്കും. ഇംപെല്ലർ, ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഇംപെല്ലർ ഉണ്ടാകും. ദെൻ കേസിംഗ് ഉണ്ടാവും അല്ലെ, കവർ ചെയ്തുകൊണ്ടുള്ള കേസിംഗ്. അത് വൊല്യൂട്ട് കേസിംഗ്, അത് നമ്മൾ പഠിക്കും, പലതരത്തിലുള്ള കേസിംഗ് ഉണ്ട്. അപ്പൊ ആ തരത്തിൽ കേസിംഗ് കവർ ചെയ്തുകൊണ്ട്, അതായത് ഇംപെല്ലറിനെ കവർ ചെയ്തുകൊണ്ടുള്ള കേസിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇംപെല്ലർ കാണാൻ സാധിക്കും. ഐ ഓഫ് ദ ഇംപെല്ലർ എന്താണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ ഇംപെല്ലറിനകത്ത് എന്താണ്, ബ്ലേഡുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ വെയിൻ എന്ന് വിളിക്കുന്നുണ്ടാകും അല്ലെ. ഇതിന്റെ മറുഭാഗത്തായിട്ട് നമുക്കറിയാം അവിടെ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. സോ അതുമായി ബന്ധപ്പെട്ട് സ്റ്റഫിംഗ് ബോക്സ്, പാക്കിംഗ്, ദെൻ ഷാഫ്റ്റ് സ്ലീവ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് വളരെ വാട്ടർ ടൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റഫിംഗ് ബോക്സും പാക്കിങ്ങും ഷാഫ്റ്റ് സ്ലീവും മറ്റു കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് പാർട്ടുകളും ഒക്കെ നമ്മളിപ്പോ ഒരു സർഫസ് ലെവലിൽ ഒന്ന് മനസ്സിലാക്കി പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുക എന്നുള്ളത്. ഓക്കെ, ഫൈൻ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ എന്താണ് പമ്പ്, അല്ലെങ്കിൽ പമ്പിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ, സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണ്, അതിന്റെ ബേസിക് വർക്ക് പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട പാർട്ടും അതിന്റെ ഒരു സർഫസ് ലെവലിൽ എന്താണ് ഓരോന്നിന്റെയും പ്രത്യേകതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമ്മളുടെ ഒരു ലെവലിലുള്ള എക്സാമിന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ, ലൈക്ക് നമ്മൾ VT പമ്പിന്റെ കാര്യം പറഞ്ഞു, വെർട്ടിക്കൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പമ്പുകൾ ഉണ്ടെന്നുള്ള പറഞ്ഞു. ഇത്തരത്തിൽ അതിന്റെ പല തരത്തിൽ നമ്മൾ ആ ഒരു പമ്പിനെ, സെൻട്രിഫ്യൂഗൽ പമ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. യെസ്, ഇവിടെ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കേസിംഗ് ആണ് പറയുന്നത് അല്ലെ. നമ്മൾ നേരത്തെ കണ്ട ഒരു കേസിംഗ്, പുറം ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഇംപെല്ലറിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കേസിംഗിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ. ഈ ഒരു ചിത്രത്തിൽ ഇതാണ് നമ്മളുടെ കേസിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കേസിംഗ്, ഈ കേസിംഗിന്റെ ഷേപ്പ് അനുസരിച്ച് വൊല്യൂട്ട് കേസിംഗ് അല്ലെങ്കിൽ സ്പൈറൽ കേസിംഗ് എന്ന് പറയാറുണ്ട്. വൊല്യൂട്ട് കേസിംഗ് ഉണ്ട്, വൊർട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ എന്ന് പറയാം, വൊർട്ടെക്സ് കേസിംഗ്, ദെൻ ഡിഫ്യൂസർ കേസിംഗ്. 3 ടൈപ്പ് കേസിങ്ങുകളാണുള്ളത്, വൊല്യൂട്ട്, വൊർട്ടെക്സ്, ഡിഫ്യൂസർ. ഓക്കെ, അത് നമ്മൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട്, മുന്നോട്ട് പോകാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കേസിംഗിന്റെ ടൈപ്പ് അനുസരിച്ച് വൊല്യൂട്ട് കേസിംഗ്, വൊല്യൂട്ട് അല്ലെങ്കിൽ സ്പൈറൽ കേസിംഗ് എന്ന് പറയാറുണ്ട്, വൊല്യൂട്ട് കേസിംഗ് ഉണ്ട്, വോർട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിംഗ് എന്ന് പറയും, ഡിഫ്യൂസർ കേസിംഗ്. അങ്ങനെ 3 ടൈപ്പ് കേസിംഗ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക തൽക്കാലം. എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇംപെല്ലർ. നമുക്കറിയാം റൊട്ടേറ്റിംഗ് പാർട്ടായിട്ടുള്ളതാണ് ഇംപെല്ലർ അല്ലെ. നമ്മളുടെ പമ്പില് ആ കൂടി കറങ്ങുന്ന ഒരു കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇംപെല്ലർ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ആ ഒരു ടൈപ്പ് ഇംപെല്ലർ ഏതാണ്? പല ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സെമി ക്ലോസ്ഡ്, ഓപ്പൺ. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പൺ, സെമി ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ 3 ടൈപ്പ് ഇംപെല്ലറുകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അത് ഓരോന്നിന്റെ ആവശ്യമനുസരിച്ച് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നീട് വരുന്നത്, അപ്പൊ ആദ്യം നമ്മൾ കേസിംഗിന്റെ അടിസ്ഥാനത്തിൽ കണ്ടു അല്ലെ, വൊല്യൂട്ട്, വോർട്ടെക്സ്, അതുപോലെ തന്നെ ഡിഫ്യൂസർ ടൈപ്പ് കണ്ടു. 2 നമ്മൾ യൂസ് ചെയ്യുന്ന ഇംപെല്ലറിന്റെ ഡിസൈൻ അനുസരിച്ച് ഓപ്പൺ, ക്ലോസ്ഡ്, സെമി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടു. ഇനി അവിടെ നമ്മളുടെ വർക്കിംഗ് ഹെഡ് എത്രത്തോളം നമുക്ക് ലിഫ്റ്റ് ചെയ്യണം അല്ലെ, ആ ഹെഡ് ഇൻ മീറ്റേഴ്സ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അവിടെ ലോ, മീഡിയം, ഹൈ ഹെഡ് അല്ലെ, 15 അല്ലെങ്കിൽ 40, 40 മുകളിൽ എന്നുള്ള രീതിയിൽ
ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ ഹെഡിന്റെ അടിസ്ഥാനത്തിൽ ലോ ഹെഡ് പമ്പ്, മീഡിയം ഹെഡ് പമ്പ്, ഹൈ ഹെഡ് പമ്പ്. അപ്പൊ നമുക്ക് എത്രത്തോളം ഹൈറ്റിൽ വെള്ളം എത്തിക്കണം എന്നുള്ള രീതിയിലെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കും. ഇനി നാലാമതായിട്ട് വരുന്നത് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഇംപെല്ലർ. എത്ര ഇംപെല്ലറുകൾ ഉണ്ട്? നമുക്കറിയാം ഇംപെല്ലർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആണ്, റൊട്ടേറ്റിംഗ് കമ്പോണന്റ് ആണ്, റൊട്ടേറ്റിംഗ് പാർട്ട് ആണ്. ആ ഇംപെല്ലറിന്റെ ഷേപ്പ് അനുസരിച്ച് ഓപ്പൺ, സെമി, ക്ലോസ്ഡ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി എത്ര എണ്ണം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു? സാധാരണഗതിയിൽ നമ്മൾ ഒന്നേ കണ്ടുള്ളൂ. ഇനി നമ്മൾ മൾട്ടി സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ നിരവധി ഇംപെല്ലറുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, നിരവധി ഇംപെല്ലറുകൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഇംപെല്ലറുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അപ്പൊ അതൊരു സിംഗിൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒറ്റ ഇംപെല്ലറോട് കൂടിയിട്ടുള്ളത്. ഈ മൾട്ടി സ്റ്റേജ് പമ്പൊക്കെ ഉണ്ട്. മൾട്ടി സ്റ്റേജ് പമ്പ് എന്ന് പറയുമ്പോൾ നിരവധി ഇംപെല്ലറുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഇംപെല്ലറുകൾ സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാകും, പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാകും. സോ സീരീസ് ആൻഡ് പാരലൽ രണ്ട് രീതിയിലും കണക്ട് ചെയ്യാറുണ്ട് മൾട്ടി സ്റ്റേജ്. അപ്പോൾ അതെന്താന്നുള്ളത് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് നമ്മൾ പഠിക്കണം. അപ്പൊ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഇംപെല്ലർ, സിംഗിൾ സ്റ്റേജ് പമ്പ് ഉണ്ട്. സാധാരണ നമ്മൾ നോർമലിൽ നമ്മൾ കാണാറുള്ള സിംഗിൾ സ്റ്റേജ് പമ്പ്. അതല്ല, മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇംപെല്ലറുകൾ അല്ലെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള മൾട്ടി സ്റ്റേജ് ഇംപെല്ലറുകൾ. പിന്നീട് ഈ ഇംപെല്ലർ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നു? അത് ഇംപെല്ലർ ഫിക്സ്ഡ് ഇൻ പാരലൽ ആണോ, അല്ലെങ്കിൽ ആ ഒരു പമ്പ് പാരലായിട്ട് കണക്ട് ചെയ്യാണോ, അല്ലെങ്കിൽ ഇംപെല്ലറുകൾ സീരീസ് ആണോ കണക്ട് ചെയ്യുന്നത്? അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള വ്യത്യാസങ്ങൾ, പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് നമ്മുടെ അടുത്ത് സിലബസിൽ പറയുന്നുണ്ടല്ലോ, പമ്പ് കണക്ട് സീരീസ് ആൻഡ് പാരലൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും. പിന്നീട് വരുന്ന ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഫ്ലോ ഡയറക്ഷൻ. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ റേഡിയൽ ഫ്ലോ, ആക്സിയൽ ഫ്ലോ, മിക്സഡ് ഫ്ലോ. റേഡിയൽ, ആക്സിയൽ. അപ്പൊ റേഡിയൽ ഫ്ലോ ആണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ആക്സിയൽ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊപ്പല്ലർ പമ്പ് അല്ലെ, ജെറ്റ് പമ്പ്, അല്ലെങ്കിൽ മിക്സഡ് ഫ്ലോ നമുക്ക് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഈസ് ടർബൈൻ പമ്പ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തരത്തിൽ ആ ഒരു ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ റേഡിയൽ, ആക്സിയൽ, മിക്സഡ് ഫ്ലോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ആറാമതായിട്ട് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് എൻട്രൻസ്. ഈ പറയുന്ന വെള്ളം എൻറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? സിംഗിൾ ഒരു സൈഡിൽ നിന്ന് മാത്രമാണോ, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും എൻറ്റർ ചെയ്യുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി പമ്പുകളുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ദ ഷാഫ്റ്റ് അല്ലെ, ഇത്തരത്തിൽ ഷാഫ്റ്റിന്റെ പൊസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ ആയിട്ടാണെങ്കിൽ അത് വെർട്ടിക്കൽ പമ്പ്, അതല്ല ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് ഹൊറിസോണ്ടൽ പമ്പ്. അപ്പൊ അത്തരത്തിൽ പൊസിഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നുള്ള രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും, എന്താണ് ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ തുടക്കം എന്നുള്ള രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോ ഇവിടെ നമുക്ക് കിട്ടിയത്. അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്താണ്, ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൂടി നമുക്കിപ്പം നിലവിൽ ഒരു സർഫസ് ലെവലിൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണോ? നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ ഓക്കെ ആണ്? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതുപോലെ തന്നെ വോർട്ടെക്സ് ഫ്ലോ, ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട പാർട്ടുകളൊക്കെ നമ്മൾ ആ ചിത്രത്തിൽ നമ്മൾ കണ്ടു. ദെൻ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അതിന്റെ പ്രധാനപ്പെട്ട പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അല്ലെ. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ ചിത്രത്തിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ വീടിന്റെ കിണറ്റിന്റെ മുകളിലായിട്ട് നമ്മളുടെ പമ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പമ്പിൽ നിന്നും താഴേക്കൊരു പൈപ്പ് എങ്ങോട്ട് പോകുന്നുണ്ടാവും? കിണറ്റിലേക്ക് പോകുന്നുണ്ടാവും. പമ്പിൽ നിന്നും താഴേക്ക് ഒരു പൈപ്പ് കിണറ്റിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, ആ പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സക്ഷൻ പൈപ്പ്. കിണറ്റിനുള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമ്പിനുള്ളിലേക്ക് പോകുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. എന്താണ് സക്ഷൻ പൈപ്പ്? സക്ഷൻ പൈപ്പ്. ആ സക്ഷൻ പൈപ്പിന്റെ എൻഡിലായിട്ട്, സക്ഷൻ പൈപ്പിന്റെ ഒരെൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഐ ഓഫ് ദ ഇംപെല്ലറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സക്ഷൻ പൈപ്പിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു എങ്ങോട്ടാണ് എൻട്രി അല്ലെ, ആ ഒരു ഐ ഓഫ് ദ ഇംപെല്ലറിലേക്കാണ് ഫ്ലാഞ്ചസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. യെസ്. എന്നാൽ മറ്റൊരു എൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ കിണറ്റിനുള്ളിലായിരിക്കും കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സമ്പിനുള്ളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. സമ്പിനുള്ളിൽ അല്ലെങ്കിൽ കിണറോ സമ്പോ
സമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള സ്റ്റോറേജിനെ വിളിക്കുന്ന പേരാണ് സമ്പ്. ടാങ്ക് ആണെങ്കിൽ നമ്മൾ OHSR, ഓവർ ഹെഡ് എന്താണ് സമ്പ് എന്നാ വിളിക്കുക, അല്ലെങ്കിൽ ടാങ്ക് എന്നാ വിളിക്കുക. റിസർവോയർ എന്ന് പറയും അല്ലെ, OHSR എന്ന് പറയും, ഓവർ ഹെഡ് സമ്പ് റിസർവോയർ. അപ്പൊ താഴെയാണെങ്കിൽ സമ്പ്, ഗ്രൗണ്ട് ലെവലിന് താഴെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ സമ്പ് എന്ന് വിളിക്കുന്നു. അപ്പൊ ആ സമ്പിനുള്ളിലേക്ക് നമ്മൾ പൈപ്പ് ഇറക്കി വെക്കുകയാണ് ചെയ്യാം. അപ്പൊ ആ പൈപ്പിന്റെ എൻഡിലായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് ഒരു ഫൂട്ട് വാൽവ്, ഫൂട്ട് വാൽവിനോട് ചേർന്ന് തന്നെ ഒരു സ്ട്രെയിനർ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വീടുകളിലൊക്കെ വളരെ ചെറിയ ഫൂട്ട് വാൽവും ചെറിയ സ്ട്രെയിനറും ഒക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. എന്നാൽ നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് വളരെ വലിയ സ്ട്രെയിനർ ഒക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, വളരെ വലിയ സ്ട്രെയിനറും വാൽവുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വൺ വേ വാൽവാണ്. ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത് ഒരു വൺ വേ വാൽവ്, അതായത് ഒരു സൈഡിലേക്ക് മാത്രം, അതായത് വെള്ളത്തിനെ അകത്തേക്ക് എടുക്കാൻ മാത്രമേ, അല്ലെങ്കിൽ ഫ്ലോ നമുക്ക് അകത്തേക്ക് മാത്രമേ വരികയുള്ളൂ. അല്ലെങ്കിൽ സക്ഷൻ പൈപ്പിൽ നിന്നും സമ്പിലേക്ക് വെള്ളം പോകില്ല. വൺ വേ അല്ലെ, ഇത്തരത്തിൽ എന്താണ് നോൺ റിട്ടേൺ വാൽവ് ആണ്. നോൺ റിട്ടേൺ NR വാൽവ്, നോൺ റിട്ടേൺ വാൽവ് NR വാൽവ് എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ചെക്ക് വാൽവ്, അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ വാൽവ്. ഓക്കെ, അതൊക്കെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാം, ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് ഫ്ലോട്ട് വാൽവ് ആണ് അല്ലെ, ഫ്ലോട്ട് വാൽവ്. കാര്യം ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ വെള്ളത്തെ കടത്തി വിടുകയുള്ളൂ. അതായത് സമ്പിൽ നിന്ന് മുകളിലേക്ക് സക്ഷൻ പൈപ്പിലേക്ക് നമുക്ക് വെള്ളത്തെ കയറ്റി, അല്ലെങ്കിൽ വെള്ളം കടന്നു പോകുന്നത് അനുവദിക്കുന്നു. എന്നാൽ തിരിച്ച് സക്ഷൻ പൈപ്പിൽ നിന്നും താഴേക്ക് സമ്പിലേക്ക് വെള്ളത്തെ കടത്തി വിടുകയുമില്ല. ഓക്കെ, അതാണ് അവിടെ ഫൂട്ട് വാൽവിന്റെ പ്രത്യേകത. സ്ട്രെയിനർ എന്ന് പറയുന്നത് നമുക്കറിയാം സമ്പിനകത്ത് അല്ലെങ്കിൽ കിണറ്റിനുള്ളിൽ വളരെയധികം പൊടിയും ഡെബ്രീസും അല്ലെങ്കിൽ മറ്റ് അഴുക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മളുടെ സക്ഷൻ അല്ലെങ്കിൽ വാൽവിനുള്ളിലേക്ക് കടന്നു പോകുന്നത് ഒഴിവാക്കുന്നതിനായി ഒരു ചെറിയ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ട്രെയിനർ, ഒരു അരിപ്പ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഒരു അരിപ്പ വെക്കുന്നുണ്ടാകും. അപ്പൊ അരിപ്പയ്ക്കകത്ത് വന്നിട്ട് ചെറിയ ചെറിയ ഡെബ്രീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡേർട്ടുകൾ അല്ലെങ്കിൽ പൊടി അല്ലെ, സാൻഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നുള്ളിലേക്ക് കയറി അത് ബ്ലോക്ക് ആവാതിരിക്കാനൊക്കെയാണ് നമ്മൾ സ്ട്രെയിനർ യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, അപ്പൊ അവിടെ സ്ട്രെയിനർ ഉണ്ടാകും, ഫൂട്ട് വാൽവ് ഉണ്ടാകും, സക്ഷൻ പൈപ്പ് ഉണ്ടാകും. ആ സക്ഷൻ പൈപ്പ് നേരെ വന്ന് എങ്ങോട്ടാ കയറുന്നത്, നമ്മളുടെ ഐ ഓഫ് ദ ഇംപെല്ലറിലേക്കായിരിക്കും വെള്ളം വന്ന് കയറുന്നുണ്ടാവുക. യെസ്, ഓക്കെ. അപ്പൊ അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഒരു വാക്വം മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. വാക്വം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വാക്വം ഗേജ് അവിടെ വെച്ചിട്ടുണ്ടാകും. ഓക്കെ, വാക്വം ഗേജ്. പിന്നെ നമ്മുടെ കേസിംഗിൽ അല്ലെങ്കിൽ ഇമ്പല്ലറിലേക്ക് വന്ന് കയറുന്നു, ഇമ്പല്ലർ ഉണ്ടാകും. ദെൻ അതിന്റെ പുറത്ത് കേസിംഗ് കാണുന്നുണ്ടാകും. സോ കേസിംഗ്, ഐ ഓഫ് ദ ഇമ്പല്ലർ. ഓക്കെ, അപ്പൊ സെന്റർ ലൈൻ ഓഫ് ദ പമ്പ്, ഇവിടെ നമുക്ക് സെന്റർ ലൈൻ കാണാൻ സാധിക്കും, പമ്പിന്റെ സെന്റർ ലൈൻ. സോ ദാറ്റ് മീൻസ് നമ്മളുടെ സമ്പിന്റെ ലെവൽ എത്രയാണോ അവിടെ നിന്നും നമുക്ക് മുകളിലേക്ക് സെന്റർ ലൈൻ വരെ സക്ഷനിൽ ഉണ്ടാകുന്ന ഹെഡിനെ വിളിക്കുന്ന പേരാണ് സക്ഷൻ ഹെഡ്. HS എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, സക്ഷൻ ഹെഡ്. ഓക്കെ, ഇത്തരത്തിൽ സെന്റർ ലൈൻ ഓഫ് ദ പമ്പ് വരെ, സമ്പിന്റെ സർഫസ് മുതൽ സെന്റർ ലൈൻ ഓഫ് ദ പമ്പ് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഹൈറ്റിനെ നമ്മൾ എന്താ വിളിക്കുക, ദാറ്റ് ഈസ് സക്ഷൻ ഹെഡ് എന്നറിയപ്പെടുന്നു. പിന്നീട് നമ്മൾ വെള്ളം എത്തിയതോ ഇവിടെ ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒക്കെ കൊടുത്തു, റൊട്ടേറ്റ് ചെയ്തു, എനർജി കൊടുത്തു, പുറത്തേക്ക് നമ്മൾ എത്തിക്കുന്നു അല്ലെ, അപ്പൊ കേസിംഗിന്റെ അകത്തുനിന്നും പുറത്തേക്ക് നമ്മൾ എത്തിക്കുന്നു, വെള്ളത്തെ മുകളിലേക്ക് എത്തിക്കുന്നു. സോ അവിടെ ഒരു വാൽവ് ഉണ്ടാകും, ദാറ്റ് ഈസ് ഡെലിവറി അല്ലെ, ഡെലിവറി വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഉള്ള പ്രഷർ, എത്രത്തോളം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ ഗേജ് മനസ്സിലാക്കാനുള്ള ഒരു പ്രഷർ ഗേജ് വെച്ചിട്ടുണ്ടാകും. മുകളിലേക്ക് എത്തുന്നു, വാൽവ്, ഡെലിവറി വാൽവ്. അത്തരത്തിലുള്ള സ്ലൂയിസ് വാൽവുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെലിവറി വാൽവ് ഉണ്ടാകും. സോ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ ഡെലിവറി വാൽവ് ക്ലോസ്ഡ് ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. ആദ്യം നമ്മൾ ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെലിവറി വാൽവ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പിന്നീട് ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഡെലിവറി വാൽവ് തുറക്കുന്നു, വെള്ളം പുറത്തേക്ക് എടുക്കുന്നു. സോ ആ വെള്ളം എങ്ങോട്ടെത്തുക, ഓവർ ഹെഡ് ടാങ്ക് അല്ലെ, സോ മുകളിലുള്ള ടാങ്കിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ സെന്റർ ലൈനിൽ നിന്നും നമ്മളുടെ OH ടാങ്ക് അല്ലെങ്കിൽ ഓവർ ഹെഡ് ടാങ്കിന്റെ
ലെവലില് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഹെഡ് അല്ലെ, എത്രത്തോളം ഹൈറ്റിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു, ആ ഹെഡിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജ് ഹെഡ്, ദാറ്റ് ഈസ് HD എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഓരോന്നും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും എന്താന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. തൽക്കാലം ഒരു ഐഡിയ മതി, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകും. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ ആ ഒരു വെള്ളത്തിന്റെ വെലോസിറ്റി നമുക്ക് സക്ഷൻ വെലോസിറ്റി VS എന്നും ഡെലിവറി ചെയ്യുന്ന വെലോസിറ്റി VV എന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്, അതിനിടയിലായിട്ട് നമ്മളുടെ സെൻട്രിഫ്യൂഗൽ പമ്പ്, സക്ഷൻ പൈപ്പിന് താഴെയായിട്ട് ഫൂട്ട് വാൽവ്, സ്ട്രെയിനർ കാണാൻ സാധിക്കും. സക്ഷൻ പൈപ്പിൽ നിന്നും മുകളിലേക്ക് പോകുന്ന സമയത്ത് വാക്വം മെഷർ ചെയ്യാനുള്ള വാക്വം ഗേജ് നമ്മളുടെ പമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. പമ്പിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടായിട്ടുള്ള ഇമ്പല്ലറിനെ കവർ ചെയ്തുകൊണ്ടുള്ള കേസിംഗ്, അതിലൂടെ വെള്ളം പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ആ വെള്ളം പുറത്തേക്ക് പ്രഷർ എനർജിയിൽ മുകളിലേക്ക് വരുന്നുണ്ടാകും. സോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ ഗേജ്, അത് ഡെലിവറി പൈപ്പിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അതിന് ഡെലിവറി വാൽവ് കൊടുത്തിട്ടുണ്ടാകും. സോ ഡെലിവറി വാൽവിന്റെ പ്രത്യേകത അറിയാലോ. സോ ടു കൺട്രോൾ ദ വാട്ടർ ഫ്ലോ അല്ലെ, ആ ഒരു ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡെലിവറി വാൽവ് കൊടുത്തിട്ടുണ്ട്. ഡെലിവറി വാൽവ് വഴി പുറത്തേക്ക് ഡെലിവറി പൈപ്പ് എങ്ങോട്ടാണോ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്ക് ഇവിടെ ഓവർ ഹെഡ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട പാർട്ടിലേക്ക് വരും, ദാറ്റ് ഈസ് ഇമ്പല്ലർ, കേസിംഗ്, സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്, ദെൻ അതുപോലെ തന്നെ സ്ട്രെയിനറും ഫൂട്ട് വാൽവ്.